വെൽക്കം ടു കെ ഫോക്കസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. +1 ഫിസിക്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലവും ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് രണ്ടും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ മറന്നു പോകരുതും. ഇന്ന് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡയമെൻഷൻ എഴുതാൻ ചോദിക്കാം. അത് തന്നെ പല രീതിയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, ഓഡ് വൺ പിക്ക് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻ വരുന്നത് സെലക്ട് ചെയ്യാനായിട്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം. പിന്നെ ചോദിക്കുന്നത് അതായത് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്തത്, സിമ്പിൾ പെൻഡുലത്തിൻ്റെയും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെയും. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇതിൻ്റെ റൂൾസ് ഒത്തിരി പഠിക്കാനുണ്ട്. കുറേയൊക്കെ നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയില്ല, ഓർത്തിരിക്കാനായിട്ട് കൺഫ്യൂഷൻ തോന്നുന്നതാണ്. എല്ലാം കൂടി നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓർത്തോർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രിക്സാണ് ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ റൂൾസ് നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരു 7 8 റൂൾസ് നമുക്ക് ഇങ്ങനെ എഴുതി വരേണ്ടി വരും. അപ്പം അതിലും എളുപ്പമായിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലും 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെറ്റല്ലേ? നോക്കിയേക്കാം. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒരു ലൈക്കൊക്കെ അടിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. നോക്കിയേ, ട്രിക്സ് ടു ഫൈൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മെയിനായിട്ട് നമ്മൾ 3 ട്രിക്സാണ് നോക്കുന്നത്. ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാത്തൊരു നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഡെസിമൽ പോയിൻ്റ് വരുന്ന നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പവർ ഓഫ് 10 ഒക്കെ വെച്ചിട്ട് വരുന്ന നമ്പർ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് നോ ഡെസിമൽ പോയിൻ്റ്. പ്രത്യേകിച്ച് ഡെസിമൽ പോയിൻറ്റുകളൊന്നും തന്നെ തന്നിട്ടില്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഡിലീറ്റ് ഓൾ ദി എൻഡിങ് സീറോസ് ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒന്നും ചെയ്യേണ്ട, അവസാനം വരുന്ന സീറോസ് എല്ലാം ഒന്ന് കളയുക. എന്നിട്ട് ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, എഴുതുക. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. സീറോസ് അവസാനം വരുന്നു, ആദ്യം വരുന്നു, ഇടയ്ക്ക് വരുന്നു, അങ്ങനെ ഒന്നും ബോദർ ചെയ്യാൻ പോകണ്ട. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാത്ത തന്നിരിക്കുന്ന നമ്പർ ആണെങ്കിൽ അതിൻ്റെ അവസാനം വരുന്ന സീറോസ് എല്ലാം കളഞ്ഞേക്കുക. എക്സാമ്പിൾസ് നോക്കാം. 354. ഇതിനകത്ത് എവിടെയും സീറോ ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 354 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാനാണ് നമ്മൾ പോകുന്നത്. എവിടെയും സീറോ ഇല്ലല്ലോ. 1 2 3 അല്ലേ? 1 2 3. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 3. 1 2 3. എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. 20,000. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടോ എവിടെയെങ്കിലും? എവിടെയും ഡെസിമൽ പോയിന്റ് ഇല്ല. നോ ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിലീറ്റ് ഓൾ ദി എൻഡിങ് സീറോസ്. അവസാനം വരുന്ന സീറോസ് എല്ലാം കണ്ണും അടച്ചാൽ കളഞ്ഞോ. ബാക്കി ഇനി എത്രയാ ഉള്ളത്? ഒറ്റൊരു നമ്പർ മാത്രമേ ഉള്ളൂ, അല്ലെ? ഒറ്റൊരു ഫിഗർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാ? 1 ആണ്. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. 405. ഇവിടെ എൻഡിങ് സീറോസ് എന്തെങ്കിലും ഉണ്ടോ ഡിലീറ്റ് ചെയ്യാൻ? എൻഡിങ് സീറോസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒരു സീറോ ഉണ്ട്. അത് വന്നിരിക്കുന്ന എവിടെയാണ്? മിഡിലാണ്. നമ്മുടെ എൻഡിങ് സീറോസിനെ മാത്രമേ കളയാൻ പറഞ്ഞിട്ടുള്ളൂ. മിഡിലിൽ വരുന്ന സീറോസിനെ കളയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 അത്രേ ഉള്ളൂ. എൻഡിങ് സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ
5 കഴിഞ്ഞിട്ട് 0 കിടപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ കളയായിരുന്നു. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കൗണ്ട് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ തന്നിട്ടില്ല. 405-നകത്ത് 4-നും 5-നും ഇടയ്ക്ക് മാത്രമേ ഒരു 0 വരുന്നുള്ളൂ. ആ 0യെ കളയാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എളുപ്പം ട്രിക്കാണേ. അപ്പം എൻഡിങ് സീറോസ് കളയണമെന്ന് മാത്രം ഓർത്താൽ മതി. എപ്പം ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ. നെക്സ്റ്റ്, ഇവിടെ എൻഡിങ് സീറോസ് ഉണ്ടോ? ഇല്ല. ഇടയ്ക്ക് വരുന്നതിനെ നമുക്ക് കളയേണ്ട കാര്യമുണ്ടോ? അതും ഇല്ല. അപ്പം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5. സമയം ഇങ്ങനെയായിരുന്നുവെങ്കിൽ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഈ 2 സീറോസിനെ നമ്മൾ കളഞ്ഞിട്ട് ബാക്കി 1, 2, 3 എന്ന് എഴുതിയേനെ. ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ കളയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഒന്ന് പറഞ്ഞ് ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. പെട്ടെന്നൊന്ന് എഴുതി നോക്കിയേ, അല്ലെങ്കിൽ മൈൻഡിലൊന്ന് പറഞ്ഞ് നോക്കിക്കേ. നോ ഡെസിമൽ പോയിന്റ്, എൻഡിങ് സീറോസ് ഡിലീറ്റ് ചെയ്യാം. ബാക്കി വരുന്നത് ആരൊക്കെയാണ്? 1, 2, 3, 4. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഇനി അടുത്തൊരു ട്രിക്കിലേക്ക് പോകുന്നത്. ഡെസിമൽ പോയിന്റ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ്. ഡെസിമൽ പോയിന്റ് വരികയാണെങ്കിൽ ഡിലീറ്റ് ഓൾ ദി ബിഗിനിങ് സീറോസ് ആൻഡ് കൗണ്ട് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ഡിലീറ്റ് ഓൾ ദി ബിഗിനിങ് സീറോസ്. തുടക്കത്തിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും കളയുക. എന്നിട്ട് ബാക്കി എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക. എക്സാമ്പിളിലേക്ക് പോവാം. സീറോസ് ഒന്നുമില്ല. 1, 2, 3. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3. രണ്ട് സീറോസ് വന്നിട്ടുണ്ട് അല്ലേ? ഡെസിമൽ പോയിന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ 0 വന്നിരിക്കുന്ന എൻഡിലാണ്. നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓൾ ദി ബിഗിനിങ് സീറോസ് മാത്രമാണ്. അപ്പോൾ എൻഡിൽ വരുന്ന 0 നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. നമ്പർ ഓഫ് ഡിജിറ്റ്സ് 4 ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. ഇവിടെ ബിഗിനിങ്ങിലാണ് 3 സീറോസ് വന്നിരിക്കുന്നത്. ബിഗിനിങ് വരുന്ന സീറോസിനെല്ലാം നമുക്ക് കളയാം. ബാക്കി എത്രയേ ഉള്ളൂ? 1, 2. ഡിലീറ്റ് ഓൾ ദി ബിഗിനിങ് സീറോസ് ആണ്. ഇവിടെ സീറോസ് എല്ലാം ബിഗിനിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെയും കളഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് നോക്കിയാലോ. ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രിക്ക് എന്തുവാ? ബിഗിനിങ് സീറോസിനെ എല്ലാത്തിനെയും കളഞ്ഞേക്കുക. പക്ഷെ ഇവിടെ ബിഗിനിങ് സീറോസ് ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു 0 ഉണ്ട്. എവിടെയാ? ബിറ്റ്വീൻ ആണ് അല്ലേ? ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആണ്. ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് വന്നിരിക്കുന്ന 0യെ നമ്മളൊന്നും ചെയ്യേണ്ട. അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. ക്ലിയർ ആയോ? One more question. 108.0. 108.0. ബിഗിനിങ് സീറോസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു 0 വന്നിരിക്കുന്നത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ ഒരു 0 വന്നിരിക്കുന്നത് എൻഡിലാണ്. അപ്പോൾ എൻഡിൽ വരുന്ന 0യും കളയണ്ട, നടുക്ക് വരുന്നതിനെയും കളയണ്ട. എപ്പം? ഡെസിമൽ പോയിന്റ് വരുമ്പോൾ. ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ആരെ മാത്രം കളഞ്ഞാൽ മതി? ബിഗിനിങ് സീറോസിനെ മാത്രം കളഞ്ഞാൽ മതി. ഇവിടെ ആരില്ല? ബിഗിനിങ് സീറോസ് ഒന്നും തന്നെ ഇല്ല അല്ലേ? പിന്നെ ആരാ? 1, 2, 3, 4. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. ക്ലിയർ ആയോ?
ഏത് കിട്ടിയാലും എഴുതാമല്ലോ അല്ലേ? ഇനി തെറ്റത്തില്ലല്ലോ. ഓക്കെ, പഠിച്ചോണം. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് മീൻസ് സാധാരണ എക്സാമിന് ചോദിച്ചു വരുന്നതാണ്. അടുത്ത ടൈപ്പിലേക്ക് വരുമ്പോൾ പവർ ഓഫ് 10 വരികയാണെങ്കിൽ, അതായത് സയൻറ്റിഫിക് നൊട്ടേഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2.3 × 10⁻⁻⁴ അല്ലേ, അല്ലെങ്കിൽ 10⁻², 10⁻⁻1 ഇങ്ങനെയൊക്കെ എഴുതുന്നതിനെയാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ട്രിക്ക് നമ്പർ 1 എന്ന് പറയുന്നത് ഇഗ്നോർ ദി പവർ ഓഫ് 10. ഈ പവർ വരുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക. ഈ പവർ വരുന്ന ഈ ടേം അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. എന്നിട്ട് ബാക്കി എന്താണോ വരുന്നത് അതിൻ്റെ മാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എഴുതുക. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 2.3 അല്ലേ? 2.3 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് 2 വരും. ഇഗ്നോർ ദ പവർ ഓഫ് 10. പവർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ ദി ബേസ് നമ്പർ. ബേസിൽ തന്നിരിക്കുന്നതിൻ്റെ മാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വൺ ഇൻറ്റു 10⁻². നമുക്ക് എന്ത് ചെയ്യാം? പവർ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയാം. ബാക്കി ഇനി എന്താ ഉള്ളത്? നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കി വരുന്നത് 1 മാത്രം അല്ലേ? അടുത്തതിലേക്ക് വരുമ്പം 3.5 × 10⁻². എഗെയിൻ ഇത് കളഞ്ഞു, ബാക്കി 1, 2. 7.303 × 10⁻². പവർ കളയുക, ബാക്കിയുള്ളത് നോക്കുക. 0 ബിറ്റ്വീൻ ആണ്, കൗണ്ട് ചെയ്യണം. 1, 2, 3, 4. അടുത്തതോ 2000 × 10⁻². പവർ കളഞ്ഞു. ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ എൻഡിങ് സീറോസ് ഒന്നും തന്നെ നമുക്ക് എടുക്കണ്ട. അതാണ് നമ്മുടെ റൂള് അല്ലേ? എൻഡിങ് സീറോ, അതാണ് നമ്മുടെ ട്രിക്ക്. എൻഡിങ് സീറോസ് ഒന്നും തന്നെ വേണ്ട. ബാക്കി എന്താ ഉള്ളത്? ഒറ്റ ഡിജിറ്റ് മാത്രം, 1. പവർ ടേം വേണ്ട. ഡെസിമൽ വരുന്നതിനകത്താണെങ്കിൽ ബിഗിനിങ് സീറോസ് രണ്ടും വേണ്ട. ബാക്കി ആര് മാത്രം മതി? 1, 2. ക്ലിയർ ആയോ? ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ എളുപ്പമായില്ലേ? പെട്ടെന്ന് എഴുതാമല്ലോ അല്ലേ? NCERT-ക്കകത്തെ ക്വസ്റ്റ്യൻസ് ആണേ. 6.320 ജൂൾ. യൂണിറ്റ് ഒന്നും കാര്യമാക്കണ്ട, നമുക്ക് ബാക്കി മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് ആണ്. ബിഗിനിങ് സീറോ മാത്രം കളഞ്ഞാൽ മതി. ബിഗിനിങ് സീറോ ഇല്ല, എൻഡിങ് സീറോ ഉള്ളത് നമുക്ക് കൺസിഡർ ചെയ്യണം. 1, 2, 3, 4. എത്രയായിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്? 4 ആയിരിക്കും അല്ലേ? 6.320. ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യണം. 1, 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.2370. അവിടെയും ഡെസിമലാണ്. ബിഗിനിങ് സീറോ നമുക്ക് വേണ്ട, ബാക്കിയുള്ളതൊക്കെ വേണം. 1, 2, 3, 4 തന്നെ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 തന്നെ വരും. അടുത്തതിലേക്ക് വരുമ്പോൾ 2.64. സീറോസ് ഒന്നുമില്ല, പക്ഷേ എന്തുണ്ട്? പവർ ടേം ഉണ്ട് അല്ലേ? 10 to the power 24. നമുക്ക് അതിനെയും കളഞ്ഞേക്കാം, അത് വേണ്ട. ബാക്കി 2.64 എന്ന് പറയുമ്പോൾ 1, 2, 3. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആയിരിക്കും. 10⁻²4. ഇത് നമുക്ക് വേണ്ട, ബാക്കിയുള്ളത് 1, 2, 3. ക്ലിയർ? പിന്നെ ഒരു എക്സാമ്പിൾ കിടക്കുന്നത് 0.007 മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഒന്നും നമുക്ക് പ്രശ്നമേ അല്ല കേട്ടോ, അതൊന്നും ബോധഡാണ്ടേ. ഡെസിമൽ പോയിന്റ് ബിഗിനിങ് സീറോസ് എല്ലാം പോയി, ബാക്കി ഇനി ആരേ ഉള്ളൂ? ഒറ്റ ഒരു ഡിജിറ്റേ ഉള്ളൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 മാത്രം. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ.
അപ്പം ഈ ചാപ്റ്ററിനകത്ത് ബാക്കി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടേക്കാം. നോക്കാൻ മറന്നു പോകരുത്. നോക്കണം, ചെയ്ത് പഠിക്കണം കേട്ടോ. ഒന്നും വായിച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത്. വായിച്ച് പഠിച്ചാൽ നിങ്ങൾ എക്സാമിന് മറന്നു പോകും. നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കുക. എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ കൊച്ചുപിള്ളേർ എഴുതുന്ന പോലെ 5 പ്രാവശ്യം 10 പ്രാവശ്യം ഒന്നും എഴുതണ്ട. ഒരു റഫ് പേപ്പർ എടുത്ത് ഒരു ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവുന്ന വരെ ഒന്ന് 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തിക്കുറിച്ചൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ആ പേജ് അങ്ങ് മാറ്റിയിട്ട് വേറൊരു പേജ് എടുത്തിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെയ്തു വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്ട്രക്കാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഡൗട്ട് വരും. അപ്പോൾ ബുക്ക് പിന്നെയും തുറന്നിട്ട് ഒന്നും കൂടി നമ്മൾ നോക്കി ക്ലിയർ ആക്കുക. എന്നിട്ട് എഴുതുക. എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി തന്നെ എഴുതാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതിയപ്പം തെറ്റാതിരുന്നത്, കോൺഫിഡൻ്റായിട്ട് എഴുതിയത് പിന്നെ നമുക്ക് തെറ്റത്തില്ല. തെറ്റ് വന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു, അതുകൊണ്ട് അത് പിന്നെ തെറ്റത്തില്ല. പിന്നീട് നമ്മൾ എഴുതുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ വേണം. ട്രയൽ ആൻഡ് എറർ. ട്രൈ ചെയ്യുക, എറർ വരുന്ന ക്ലിയർ ചെയ്യുക, പിന്നെയും ട്രൈ ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ മാത്രമേ നമുക്കിത് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ 10th വരെ പഠിച്ചിരുന്ന മെത്തേഡ് ഫോളോ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ എക്സാമൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം എത്രത്തോളം ടോപ്പിക്കാണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നത്, എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യരുതും. ഇപ്പോഴേ ഈ ഒരു ട്രയൽ ആൻഡ് എറർ എന്നുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോവുക. ട്രൈ ചെയ്യുക, എറർ വരും, ക്ലിയർ ചെയ്യുക, പിന്നെയും ട്രൈ ചെയ്യുക, എറർ വരും, ക്ലിയർ ചെയ്യുക, പിന്നെ എഴുതുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ.